ഒരു കഥയ്ക്കും ഇത്തവണ ഒരു ട്രാജഡിയുടെ സ്വഭാവം കൊടുക്കാൻ അനുരാഗ് ബസു താല്പര്യപ്പെടുന്നില്ല. ആകാശം ശ്രുതിയുമുള്ള ട്രാക്ക് ഒഴികെ ബാക്കി എല്ലാത്തിനും ഒരു ഹ്യൂമർ ഓറിയന്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അനുപം ഖേർ ഉള്ള സബ് പ്ലോട്ടിന്റെ അവസാന ഭാഗങ്ങളൊക്കെ കുറച്ചധികം സിനിമാറ്റിക് ആകുന്നുണ്ട്. ഇത്രയധികം കഥാപാത്രങ്ങളും അതിനനുസരിച്ച് സബ് പ്ലോട്ടുകളും ഉള്ളതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് എങ്കിലും കാണുന്ന ആളുകൾക്ക് റിലേറ്റബിൾ ആകാനുള്ള സാധ്യത കൂടുതലാണ്. ബേസിക് സ്ക്രിപ്റ്റ് കൊണ്ട് ഷൂട്ടിംഗ് തുടങ്ങി സെറ്റിൽ വെച്ച് നല്ലപോലെ ഇംപ്രവൈസ് ചെയ്യുന്നതിന് പേര് കേട്ടിട്ടുള്ള ആളാണ് അനുരാഗ് ബസു. ഈ സിനിമ കാണുമ്പോഴും പുള്ളി ആ പരിപാടി ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇതിൽ മോണ്ടിയും കാജോളും ഗോവയിൽ പോകുന്ന ഭാഗവും ഷിബാനിയുടെ ഓസ്കാർ അഭിനയവും ഒക്കെ കോമഡിക്ക് വേണ്ടി കുറച്ചധികം വലിച്ചു നീട്ടിയതായിട്ട് ഫീൽ ചെയ്തു. എല്ലാ ഫ്രെയിമുകളും ഏറെക്കുറെ ഫ്ലാറ്റായിട്ട് ലൈറ്റ് ചെയ്തിട്ടുള്ള മ്യൂസിക്കൽ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുള്ള ഈ സിനിമ ലൈഫിന്റെ മെട്രോയിൽ നിന്ന് ഫിലോസഫിയിൽ മാത്രമല്ല ലുക്ക് ആൻഡ് ഫീലിലും ഒരുപാട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പഴയ സിനിമയിൽ കറുത്ത ഡ്രസ്സ് ഇട്ടിരുന്ന പാട്ടുകാർ ഇത്തവണയെല്ലാം വെള്ള ഡ്രസ്സാണ്. അത് കാണുമ്പോൾ തന്നെ സിനിമയുടെ ടോൺ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും.